ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ആഴ്ചകളുടെ റിക്കവറിക്കൊക്കെ ശേഷം നമ്മൾ ന്യൂ ബോൺ ബേബി ആയിട്ടുള്ള ഫസ്റ്റ് ഫാമിലി ഔട്ടിംഗ് ആണിന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം എനിക്ക് ഒരുപാട് എക്സൈറ്റിങ്ങും ഇമോഷണലൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ അമ്മ നാട്ടിൽ പോകാൻ ഇനി കുറച്ച് മാസങ്ങൾ കൂടി ഉള്ളൂ. അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് ഐ റിയലി വാണ്ടഡ് ടു ക്രിയേറ്റ് സം ബ്യൂട്ടിഫുൾ മെമ്മറീസ് വിത്ത് ഹർ. നമ്മൾ ഇന്ന് പോകാൻ ചൂസ് ചെയ്ത പ്ലേസ് ലണ്ടനിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയമാണ് കേട്ടോ. ഒരുപാട് വണ്ടേഴ്സും സ്റ്റോറീസും ഹിസ്റ്ററിയും ഒക്കെ ഉള്ള ഒരു പ്ലേസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇന്നതൊരു പെർഫെക്റ്റ് സ്പോട്ടായിട്ട് ചൂസ് ചെയ്തത്. പിന്നെ ഈ ഒരു മ്യൂസിയത്തിന് ഏകദേശം 144 വർഷത്തോളം പഴക്കമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഹിസ്റ്ററി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഈ ഹാങ്ങിങ് ബ്ലൂ വെയിലിൻ്റെ സ്കെൽറ്റനാണ് കേട്ടോ. ഇതിനെ വിളിക്കുന്നത് ഹോപ്പ് എന്നാണ്. ഈ മ്യൂസിയത്തിൽ അത്യാവശ്യം എല്ലാ ദിവസവും നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിവിടെ ആവശ്യത്തിന് വേണ്ട ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. അങ്ങനെ യാതൊരു റെസ്ട്രിക്ഷൻസും ഇതിനകത്തില്ല കേട്ടോ. ഒരുപാട് ഫോസിൽസിൻ്റെയും സ്കെൽറ്റൻ്റെയും ഒക്കെ ഒരു മാസീവ് കളക്ഷൻ തന്നെ ഇതിനകത്തുണ്ട്. പിന്നെ ഇവിടുത്തെ എല്ലാ കാഴ്ചകളും എനിക്ക് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. നമ്മളിവിടുത്തെ എർത്ത് ഹാളിലൂടെ ഒക്കെ പോകുമ്പോൾ ഒരു വലിയ ഗ്ലോയിങ് ഗ്ലോബൊക്കെ കാണാം. ഒരുപാട് ജെം സ്റ്റോൺസും വോൾക്കാനോസിൻ്റെയും പാർട്സിൻ്റെയും ഒക്കെ ആയിട്ട് ഒരു ലാർജ് കളക്ഷൻ തന്നെ ഈ മ്യൂസിയത്തിനകത്തുണ്ട് കേട്ടോ. ഏകദേശം 8 കോടിയിലധികം പുരാവസ്തു ശേഖരം ഇവിടെ ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം ഒരു 850-ൽ കൂടുതൽ സ്റ്റാഫ്സും ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് കാഴ്ചകളൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട് സ്റ്റാഫ്സിനോട് ചോദിച്ചാൽ അവരത് വ്യക്തമായിട്ട് പറഞ്ഞു തരും. പിന്നെ ഞാൻ ആദ്യം കരുതിയിരുന്നത് തുമ്പിക്കുട്ടി അത്ര എക്സൈറ്റഡ് ആവില്ല എന്നായിരുന്നു. പക്ഷെ അവൾക്ക് സ്കൂളിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റിയിട്ടോ. ഇതിനിടയിൽ നമ്മൾ മ്യൂസിയത്തിനകത്ത് കഫേയിൽ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു. അതെനിക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. കണ്ടില്ലേ, തുമ്പിക്കുട്ടി ഇങ്ങനെ ഓരോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നടക്കുകയാണ്. ദിവസവും ഇഷ്ടം പോലെ സ്റ്റുഡൻസ് ആണ് കേട്ടോ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നത്. കാരണം സ്റ്റഡീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇനിയും വീണ്ടും ഈ ഒരു മ്യൂസിയം വിസിറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. കാരണം വിശദമായിട്ട് എല്ലാം കണ്ടു കഴിയണമെങ്കിൽ ഒരു ദിവസം പോരാത്ത പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസായി കാണുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ.